ഒരു കുട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനകളിൽപ്പെട്ടൊരു വേദനയാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ നമ്മുടെ മുന്നിൽ നിന്ന് മരിച്ചു പോകുന്നതാണ്. നമ്മുടെ കൈയിൽ കിടന്ന് പെടഞ്ഞു മരിക്കുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല കുറി അത് കണ്ടിട്ടുണ്ട്. തന്റെ കുഞ്ഞ് ഇബ്രാഹിം കയ്യിൽ കിടന്ന് മരിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിയപ്പോ, വിഷമിച്ചപ്പോ, പ്രയാസപ്പെട്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, ഞങ്ങളോട് ക്ഷമിക്കാൻ പറഞ്ഞ റസൂലേ, താങ്കൾ കരയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് റഹ്മത്താണ്, ഇത് കാരുണ്യമാണ്, വാ കൊണ്ട് പറയുന്നതിനാണ് പ്രശ്നം. ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിന്ദിക്കുന്ന, എന്നോട് ഇത് ചെയ്തല്ലോ റബ്ബേ എന്ന രൂപത്തിലുള്ള വർത്തമാനം പാടില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക എന്നുള്ളത് കാരുണ്യമാണ് എന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് അങ്ങ് പഠിപ്പിച്ചത് നമുക്ക്. എന്താ ഹദീസ് എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ മലക്കുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖബൽതും വലദ അബ്ദി. ഒരു സത്യവിശ്വാസിയുടെ മകനെ മരിപ്പിച്ച ശേഷം, ഒരു സത്യവിശ്വാസിയുടെ പിഞ്ചു കുഞ്ഞിന്റെ റൂഹ് പിടിച്ച ശേഷം സ്വയം അറിഞ്ഞുകൊണ്ട് അല്ലാഹു മലക്കുകളോട് ചോദിക്കുകയാണ്, ഖബൽതും വലദ അബ്ദി, എന്റെ അടിമയുടെ കുഞ്ഞിനെ നിങ്ങൾ പിടിച്ചെടുത്തോ മലക്കുകളെ? മലക്കുകൾ പറയും, ബലാ, അതെ അല്ലാ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നീ കൽപ്പിച്ചതല്ലേ. വീണ്ടും അല്ലാഹ് ചോദിക്കുകയാണ്, ഖബൽതും സമറത ഫുആദിഹി. അല്ലാഹുവിന്റെ ചോദ്യം നോക്കണേ, അല്ലാഹുവിന്റെ ചോദ്യം നോക്കണേ, എത്രമാത്രം വലിയ പ്രയോഗമാണത്. ഖബൽതും സമറത ഫുആദിഹി, അവന്റെ ഹൃദയത്തിൽ വിരിഞ്ഞ പൂവിനെ, ആ പൂവിട്ട കായിനെ, ആ ഫലത്തെയാണോ നിങ്ങൾ പറിച്ചെടുത്തത് മലക്കുകളെ? വീണ്ടും മലക്കുകൾ പറയും, ബല, അതെ അല്ലാ, അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. ഇത്രമാത്രം വലിയ വേദന കൊടുത്തപ്പോ, ഇത്രമാത്രം വലിയ പരീക്ഷണം കൊടുത്തപ്പോ, എന്റെ അടിമ എന്താ പറഞ്ഞത് മലക്കുകളെ? മലക്കുകൾ പറയുകയാണ്, ഹമിദക വസ്തർജഅ. കുട്ടി മരിച്ചു എന്ന് കേട്ടപ്പോ ആദ്യം പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹ്. എന്നൊന്ന് അൽഹംദുലില്ലാഹ് പറഞ്ഞ കണി നമ്മൾ തലയിൽ കയ്യേക്കും. ഔ, അവന്റെ കുട്ടി മരിച്ചിട്ട് അൽഹംദുലില്ലാഹ്, എത്താ പഹേന്റെ കഥ ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, കുട്ടി മരിച്ചു എന്ന് കേൾക്കുമ്പോ ഏറ്റവും വലിയ വിഷമാവസ്ഥയിൽ പോലും അവർ ഹമിദക, നിന്നെ സ്തുതിച്ചോ, വസ്തർജഅ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പ്രഖ്യാപിച്ചോ. റബ്ബേ, നിന്റെ അടുത്തേക്ക് മടങ്ങി വരാനുള്ളവരാണെന്ന് പ്രഖ്യാപിച്ചു. ഇത് കേൾക്കുമ്പോൾ അല്ലാഹ് പറയാണ്, ബനൗലി അബ്ദി ബൈതൻ ഫിൽ ജന്ന. ലോകാവസാനം വരെ കാത്തു നിൽക്കേണ്ടതില്ല. ബനൗലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എൻ്റെ അടിമയ്ക്ക് ഇപ്പോൾ തന്നെ സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയുക. വസമ്മുഹു ബൈത്തുൽ ഹംദ്, അതിന് പേരും കൊടുക്കുക ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം എന്ന് എഴുതി വെക്കുക. ആലോചിച്ച് നോക്കൂ, അത്ര വലിയ പ്രതിഫല. നമ്മുടെ കുട്ടികൾ മരണപ്പെടുമ്പോഴേ അൽഹംദുലില്ലാ എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയണമെന്നുണ്ടെങ്കിൽ ചെറിയ ഈമാൻ പോരാ. ഫലസ്തീനിൽ നമ്മൾ കണ്ണില്ലേ. അതിനു മുമ്പ് തുർക്കിയിലെ ഭൂകമ്പം, പ്രിയപ്പെട്ടവരെ, എത്ര വിഷ്വൽസാണ് നമ്മൾ കണ്ടത്. പൊളിഞ്ഞ് അമർന്ന് വീഴുന്ന തന്റെ പിഞ്ചു മോൻ അതിന്റെ ഇടയിൽ കിടന്ന് കുടുങ്ങിക്കിടക്കുമ്പോൾ താഴെയുള്ള ബാപ്പാക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയാത്ത അവസ്ഥ, ഒരിക്കലും അടുക്കാൻ പറ്റാത്ത അവസ്ഥ. ബാപ്പാന്ന് വിളിച്ചിട്ട് ആ പൊന്നുമോൻ ഇങ്ങനെ കരയുമ്പോ താഴത്ത് നിൽക്കുന്ന ബാപ്പ വിളിച്ചു പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, രക്ഷപ്പെടാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, സ്വർഗത്തുക. അപ്പൊ ആ കുട്ടി കരച്ചിൽ നിർത്തിയാണ് വേഗം പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പകുതിന് കുടുങ്ങിയാണ് പ്രിയപ്പെട്ടവരെ. ഒരു 5-6 മിനിറ്റ് കിട്ടും ശ്വാസം. അങ്ങനെ കുടുങ്ങിയാൽ നമ്മളെ മകൻ അങ്ങനെ കാണാണ് പെട്ടയുന്നത് പറയാൻ കഴിയുമോ നമുക്ക്? അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നമ്മളെ കുട്ടിയെ ചൊല്ലുമോ ലാ ഇലാഹ ഇല്ലല്ലാഹ്? അതിന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തുക്കണോ? നമ്മൾ പഠിപ്പിച്ചു കൊടുത്തുക്കണോ? ദുനിയാവിന്റെ ഒക്കെ കൊടുത്തില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തുക്കണോ? അവർക്കത് വരും. മരണത്തിൻ്റെ ഇതൊക്കെ നമുക്ക് പടച്ചോൻ കാണിച്ചു തരാം. നമ്മൾ വിചാരിച്ചിരുന്നേ നമ്മളെ വിശ്വാസം വലിയ വിശ്വാസം, കാരണം നമ്മൾ ഈ കാണുന്ന മുഴുവൻ സമസ്തക്കാരല്ലേ. എന്നിട്ട് നമ്മൾ വിചാരിച്ച് നമ്മളത് ഭയങ്കര പവറുള്ള വിശ്വാസമാണ്, നമ്മളാണ് ദുനിയാവിൽ വലിയ സംഭവം എന്നൊക്കെ വിചാരിച്ച്. കാരണം അറേബ്യൻ നാടുകളിൽ വരെ പലതും ഉണ്ട്, പല ഖുറാഫാത്തും ഉണ്ട്. നമ്മളെ ഈ മഹലിൽ ഇതൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളെ ഭയങ്കര മുന്തിയ ആൾക്കാർ വിചാരിച്ച് അഹന്തയും കാണിച്ച് നടക്കുന്നു. നമുക്കിങ്ങനെ കാണിച്ചു തരാം. ഫലസ്തീനിക്ക് നോക്കടോ, ആ തക്കുവ എൻ്റെ അടുത്തുണ്ടോ? തുർക്കിക്ക് നോക്കടോ, ആ തക്കുവ നിൻ്റെ അടുത്തുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അസ്ഥികൾ മരവിക്കുന്ന പരീക്ഷണം നമ്മൾ കണ്ടിട്ടില്ല. അത് കണ്ടവരെയാണ് നമുക്ക് റബ്ബ് കാണിച്ചു തരുന്നത്. ഓരോ കാലഘട്ടത്തിലും അങ്ങനത്തെ പരീക്ഷണം വരും. ഇന്ത്യയിലും വന്നേക്കാം, നമ്മുടെ നാട്ടിലും വന്നേക്കാം, പലതും നടന്നേക്കാം. എന്ത് സംഭവിച്ചാലും എന്താ? അലല്ലാ വരായിരിക്കുമോ? നമുക്കിങ്ങനെ സുഖമായിട്ട് ജീവിക്കണം, ഒന്നിനും നമ്മൾ റെഡിയല്ല അല്ലേ? നമുക്ക് ഇങ്ങനെ പട്ടുമത്തയിൽ കടന്നിട്ട് പട്ടുമത്തയിൽ ഉറങ്ങിയിട്ട് അവിടെ തന്നെ കടന്ന് മരിച്ചിട്ട് അങ്ങനെ തന്നെ സ്വർഗ്ഗത്തുക്കും പോകണം. അത് നമ്മളെ ആഗ്രഹം അല്ലേ? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന,
أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين. അള്ളാന്റെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെറുതെ സ്വർഗത്തിക്ക് മണ്ടി കയറി ചെല്ലാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹ് ചോദിക്കുക. നിങ്ങൾ കൃത്യമായിക്കൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ധർമ്മസമരം നടത്തുന്നത് എന്നുള്ള പരീക്ഷിക്കാതെ വയഅലമ സ്വാബിരീൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമിക്കുന്നത് ആരാണെന്ന് അള്ളാഹ് പരീക്ഷിച്ചറിയാതെ സ്വർഗം കിട്ടുന്നു വിചാരിക്കുന്നുണ്ടോ? പുറംഭാഗത്തിന് പൊള്ളിച്ചിട്ടേ പുറംഭാഗത്തെ മാംസങ്ങൾ ഇങ്ങനെ 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 വേറെ വേറെ നിന്നിട്ട് ആ കുപ്പായം പൊന്തിച്ചു കൊടുത്താണ്ട് റസൂലിനോട് ചോദിച്ചു, മത്താ നസ്റുല്ലാ, അള്ളാന്റെ ഹബീബെ നിങ്ങൾ പറഞ്ഞ അള്ളാന്റെ സഹായം ഞങ്ങൾക്ക് ഇവിടെ എത്രയും വലിയ പ്രയാസമാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ആയത്തൊക്കെ ഓതി കൊടുക്കുന്നത്, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ഇതിനേക്കാളും വലിയ പരീക്ഷണം വിറപ്പിക്കപ്പെട്ടിരുന്ന പേടി കൊണ്ടും പ്രയാസം കൊണ്ടും അവരെ ചില ആളുകളെ പ്രവാചകന്മാരെ തന്നെ കൊന്നിരുന്നു. യഹ്യാ നബി എങ്ങനെ മരിച്ചത്? തന്റെ സമൂഹത്താൽ കൊല ചെയ്യപ്പെട്ട പ്രവാചകനാണ് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രവാചകനാണ്, മരിച്ചില്ലേ, കൊല ചെയ്യപ്പെട്ടില്ലേ? പ്രിയപ്പെട്ട, ഇതൊക്കെ പരീക്ഷണമാണ്. എന്ത് സംഭവിച്ചാലും ക്ഷമിക്കണം. എപ്പോഴും രക്ഷ മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ മരണവും അള്ളാന്റെ ഒരു അനുഗ്രഹകാരം, നമുക്ക് സ്വർഗം തരാൻ നമ്മളെ ഷഹീദാക്കുന്നത് അള്ളാന്റെ ഒരു വലിയ അനുഗ്രഹകാരം. കാരണം ശുഹദാക്കൾ പറയും, ഞങ്ങൾക്ക് വീണ്ടും ഭൂമിക്ക് വരണം, വീണ്ടും ഷഹീദാവണം, കാരണം അത്രയും വലിയ പ്രതിഫലല്ലേ. ബാക്കി എല്ലാവർക്കും സ്വർഗം കിട്ടുക ലോകാവസാനത്തിനാ. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവുന്ന മനുഷ്യർ അവരെ ഒരു കിളിക്കുള്ളിൽ, ഒരു കിളിയുടെ രൂപത്തിൽ അതിലേക്ക് റൂഹിനെ സന്നിവേശിപ്പിച്ച് ആ കിളിയെ സ്വർഗത്തിലൂടെ പറത്തുമെന്നാണ് സ്വഹീഹായ ഹദീസ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓൽക്ക് ഖിയാമം വരെ കാത്തുക്കണ്ട. ആ സ്വർഗത്തിന്റെ അരുവികളിൽ നിന്ന് വെള്ളം കുടിച്ച്, അവിടുത്തെ തേനും കുടിച്ച്, അവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് അവർ റബ്ബിനോട് തിരിച്ചു പറയണം, ഒന്നും കൂടി ഒന്ന് പറഞ്ഞേക്കോ ഞങ്ങളെ ദുനിയാവുക്ക്. എന്തിനാ? ദുനിയാവിൽ ജീവിച്ച് തിമർത്താടാനല്ല, ഒന്നുകൂടി ഷഹീദാവണം, എന്നിട്ട് ഒന്നുകൂടി കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നമ്മൾ കേട്ടതാണ്. ഈ ദുനിയാവിൽ ഏറ്റവും അധികം സുമുഖനായിരുന്ന, ഒരിക്കൽ ധരിച്ച വസ്ത്രം പിന്നീട് ധരിക്കാത്ത ആഡംബര വിഭൂഷിതനായിരുന്ന മിസ്അബ്. ഖുറൈശികൾ മിസ്അബിന്റെ സദസ്സ്, മിസ്അബ് ഇരിക്കുന്ന വേദികൾ ആഗ്രഹിച്ചിരുന്നു. ആ മിസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിന്റെ ഭാഗമായി മാറി, അതൊക്കെ ഉപേക്ഷിച്ച് അവസാനം മദീനയെ റസൂലിന് പോകാൻ പറ്റിയ മദീനയാക്കി മാറ്റിയത് മിസ്അബാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചു. അദ്ദേഹത്തിന്റെ ദഅവത്ത് കൊണ്ടാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ആ മിസ്അബ് റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണാങ്കണത്തിൽ പതാകയുമായിട്ട് പോകുമ്പോൾ ഇബ്നു ഖുമൈഅ എന്ന് പറയുന്ന കുതിരപ്പടയാളി വലത്തെ കൈ വെട്ടിയെടുക്കുകയാണ്. ഇടത്തെ കൈയിലേക്ക് ഇങ്ങനെ മാറ്റി പിടിച്ചു, ഇടത്തെ കൈയും വെട്ടി. ഓരോ വട്ടം വെട്ട് കിട്ടുമ്പോഴും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. അന്നങ്ങനെ ഒരു ആയത്തില്ല കേട്ടോ, അന്നങ്ങനെ ഒരു ആയത്തില്ല. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. ഓതാൻ കാരണം എന്നറിയോ? ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വം അന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല. വലിയ ആക്രമണം നടന്ന് ശത്രുക്കളുടെ ആക്രമണത്താൽ ചെതറിയോടി മുസ്ലിം സൈന്യം. കുറച്ചാൾക്കാർ മാത്രമേ ഉള്ളൂ. തന്റെ പിന്നിൽ പതാകയും വഹിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന എന്റെ പിന്നിൽ എന്റെ റസൂലുണ്ട്, ഞാൻ മരിച്ചാൽ അടുത്ത ലക്ഷ്യം റസൂലായിരിക്കും, അങ്ങനെ റസൂലിനെയും കൊന്നാൽ ദീനിവിടെ കുഴിച്ചു മൂടും എന്നാണ് ഇവരുടെ വിശ്വാസം. എന്നാൽ മുഹമ്മദ് ഒരു നബി മാത്രമാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. ഓരോ വെട്ടുകൊള്ളുമ്പോഴും, ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റപ്പെടുമ്പോഴും അദ്ദേഹം ഉറക്കെ പറഞ്ഞെടുത്തുന്ന അള്ള ബാക്കിയാണ് ഓതിനാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ആയത്ത് ഉഹുദിൽ അവതരിച്ചു. സഹോദരങ്ങളെ സൂചിപ്പിച്ചത്, ഉഹുദിന്റെ രണാങ്കണത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു തുടങ്ങി വെച്ചിടത്ത് അതേ വാക്കുകൾ ഒരു അംഗീകാരമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ വചനമാക്കി ഇറക്കിയതാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്, അദ്ദേഹത്തിന് മുമ്പും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും. കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ, മരിച്ചുവെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മടമ്പുംകാല് കൊണ്ട് തിരിച്ചു നടക്കുകയാണോ? യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന ആളുകളെ കുറിച്ച് എക്കാലഘട്ടത്തിലും ആദർശ പ്രസ്ഥാനത്തിനും ആദർശത്തിനും പ്രശ്നം വരുമ്പോൾ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകളോടുള്ള അള്ളാന്റെ ചോദ്യമാണ്, നിങ്ങൾ നിങ്ങളുടെ മുടമ്പുംകാല് കൊണ്ട് തിരിച്ചു പോവുകയാണോ? ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടതിൻ്റെ പേരിൽ, ആരെങ്കിലും കൊല്ലപ്പെട്ടു എന്ന് കേട്ടതിൻ്റെ പേരിൽ നിങ്ങൾ തിരിഞ്ഞു നടക്കുകയാണോ എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഉറച്ചു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു നന്ദി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും എന്ന് പറഞ്ഞ് അള്ളാഹ് അവസാനിപ്പിക്കുന്നു. ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യൗവനം, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സൂചിപ്പിക്കുവാനുള്ളത് ISMന്റെ സംസ്ഥാന സമ്മേളനമാണ്.
ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ നിന്നും ബസ്സുകൾ പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ മക്കളെ, ചെറുപ്പക്കാരെ നാം അതിൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ചതിൽ പങ്കെടുപ്പിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കാര്യം എന്താണെന്നറിയോ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ലിബറലിസം തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. ലൂത്ത് നബിയുടെ സമൂഹത്തെ എത്രഭാരമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് നമുക്കറിയാം. ലോകർക്ക് മുഴുവനും ഒരു പാഠമായിക്കൊണ്ട് ഇന്നും ഡെഡ് സീ എന്ന് പറഞ്ഞ ചാവുകടൽ, ഏറ്റവും അധികം മിനറൽ കണ്ടന്റ്, ലവണത്തിന്റെ അംശമുള്ളത് കൊണ്ട് അതിൽ താവാറില്ല, പൊങ്ങിക്കിടക്കും മനുഷ്യന്മാർ വരെ, ജീവനുള്ള മനുഷ്യന്മാർ വരെ. ആ ചാവുകടലെയും അതിൻ്റെ സമീപ പ്രദേശത്തെയും അവിടുത്തെ സൾഫറിന്റെ ഗന്ധകത്തിന്റെ ആ കണ്ടന്റിനെയും മുഴുവനും ലോകത്തിന് മുഴുവനും മാതൃകയാക്കിയത് സ്വവർഗാനുരാഗികളായ ഒരു സമൂഹത്തെ അള്ളാഹു ശിക്ഷിച്ചതിന്റെ അടയാളമാണ്. ആ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തിനോട് ചോദിച്ച ചോദ്യം ഇന്നും പ്രസക്തമാണ്. ISM ഇവിടെ ആ ചോദ്യമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അലൈസ മിൻകും റജുലുൻ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ആരുമില്ലേ എന്നൊരു ചോദ്യമുണ്ട്. നേർമാർഗം സിദ്ധിച്ച ആരും ഇവിടെയില്ലേ? ഈ തോന്നിവാസത്തിനെതിരെ സംസാരിക്കുവാൻ, ഇതിനെതിരെ വിരൽ ചൂണ്ടുവാൻ ഇവിടെ ആരുമില്ലേ? ഇവിടെ ISM ഉണ്ട്, ഇവിടെ MSM ഉണ്ട്, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനമുണ്ട്. ഇതിനെ ചോദ്യം ചെയ്യാൻ നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയുടെ ജില്ലാ കലോത്സവത്തിൽ നടന്നത് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വിദ്യാർത്ഥികൾ പരസ്പരം പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ ഒരു നാടകത്തിലൂടെ, ചിത്രീകരണത്തിലൂടെ കാണിച്ച് കയ്യടി വാങ്ങുകയാണ്. നമ്മുടെ പിഞ്ചുമക്കൾ വിദ്യാലയങ്ങളിൽ പോലും അവർ ചെറുപ്പത്തിൽ പഠിച്ചു വെക്കുന്നത് ഈ വൃത്തികെട്ട ലിബറലിസത്തിന്റെ, ഈ സ്വർഗാനുരാഗത്തിന്റെ ആദ്യപടികളാണെങ്കിൽ ഈ സമൂഹം എങ്ങോട്ട് പോകുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടു കൂടി നാം ആലോചിക്കണം. ഈ ലിബറലിസത്തിനോട് നോ എന്ന് പറയാൻ അന്താരാഷ്ട്രപരമായി കൊണ്ട് ലിബറലിസം വ്യത്യസ്ത രൂപങ്ങളിൽ നമുക്കറിയാം. പല പ്രസ്ഥാനങ്ങളും, ഫ്രീമേസൺ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ കൃത്യമായി കൊണ്ട് ദൈവചിന്തയിൽ നിന്ന്, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെമ്പാടും അതിന് ഫണ്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഇന്ത്യയിലേക്കും വരുന്നുണ്ടാവും. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ, മോശപ്പെട്ട അധാർമിക പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ നോ എന്ന് പറയാൻ ലഹരിയിൽ മുങ്ങിക്കുളിക്കുകയാണ് കൗമാരം. MDMA പോലെയുള്ള, മദ്യപാനം പോലെയുള്ള, കഞ്ചാവ് പോലെയുള്ള വ്യത്യസ്തങ്ങളായ ലഹരി പദാർത്ഥങ്ങൾ മണം കൊണ്ടോ രുചി കൊണ്ടോ പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ അപകടമാം വിധത്തിൽ നമ്മുടെ ക്യാമ്പസുകളിൽ, കോളേജുകളിൽ ഇങ്ങനെ പിടിമുറുക്കുമ്പോൾ അതിനോട് നോ എന്ന് പറയാൻ, അതിൻ്റെ കൃത്യമായി കൊണ്ടുള്ള ധാർമ്മിക പാഠങ്ങൾ അതിനെതിരെ പഠിപ്പിച്ചു കൊടുക്കുവാൻ ISMകാർ ഇവിടെ വേണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദഅവ പ്രസ്ഥാനം ഇവിടെ വേണം. അതുകൊണ്ടാണ് ISMന്റെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മുടെ മക്കൾ അവിടെ ഉണ്ടാവണം, നമ്മുടെ MSMകാർ ഉണ്ടാവണം, നമ്മുടെ ISMകാരും ഉണ്ടാവണം. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് നമ്മൾ എത്തിക്കണം പ്രിയപ്പെട്ടവരെ. ഈ ദഅവത്ത്, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ദഅവത്ത് നടത്തിക്കൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമ്മെ പിടികൂടുന്ന മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നാളേക്ക് വേണ്ടി അധ്വാനിച്ച് ആ സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളുമായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസപരമായും കർമ്മപരമായും സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും റബ്ബേ നിന്റെ ഫദ്ല് കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അല്ലാഹുവേ ഖബറുകളിലാണ് റഹ്മാനെ. അവരുടെ ഖബറുകൾക്ക് നീ വിശാലത നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്, അവർക്ക് കൺകുളിർമ നൽകുന്ന മക്കളാക്കി ഞങ്ങളെ നീ മാറ്റണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വേണ്ടി പ്രയത്നിക്കുന്നവർ ലോകത്തെമ്പാടുമുണ്ട്. എല്ലാവിധ പ്രയത്നങ്ങളെയും നീ സ്വീകരിച്ച് അവരെ നീ സഹായിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ മക്കളിലും വരും തലമുറകളിലും ഈ ആദർശമനുസരിച്ചുകൊണ്ട് നിർഭയത്വത്തോടുകൂടെ ജീവിക്കുവാൻ ഞങ്ങളുടെ നാടിന് നീ തൗഫീഖും അമ്നും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا